നമസ്കാരം. ദൈവകൃപ ഒഴുകുന്ന കൃപയുടെ വഴികളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സഹനങ്ങളെ ദൈവത്തിൻ്റെ കൃപയെന്ന് വിശ്വസിക്കുന്ന, സ്നേഹത്തിൻ്റെ അടയാളമായി കരുതുന്ന ഒരു അനുഗ്രഹീത കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് കൃപയുടെ വഴികളിലൂടെ പരിചയപ്പെടുന്നത്. കൊല്ലം തില്ലേരി സ്വദേശികളായ സാംസൺ ജാക്വലിൻ ദമ്പതികൾ തങ്ങളുടെ അനുഗ്രഹമായ മക്കളെക്കുറിച്ചും ഇതുവരെയുള്ള ജീവിതയാത്രയെക്കുറിച്ചും ഹൃദയം തുറക്കുന്നു. ഇന്നത്തെ കൃപയുടെ വഴികളിൽ കൃപയുടെ വഴികളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ദൈവകൃപയായി ലഭിച്ച 5 മക്കളെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്ന് പറയാമോ? മൂത്ത മകൻ ഷിൽട്ടൺ സാംസൺ, അവന് 22.5 വയസ്സായി. ഇപ്പം കമ്പ്യൂട്ടർ DTP കോഴ്സ് കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ 2 മാസമായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ മകള് +2 കഴിഞ്ഞ്, അവൾ അടുത്തൊന്നിനും തീരുമാനിച്ചില്ല എന്തിനു പോകണമെന്നൊന്നും. പിന്നെ മൂന്നാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നാലാമത്തത് 7ാം ക്ലാസ്സിൽ, പിന്നെ 5ാമത്തെ ആൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം നമ്മൾ സാധാരണ ഉള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെയാണ് മക്കളെല്ലാം പഠിപ്പിക്കുന്നത്. വലിയ സാമ്പത്തിക അനുഭവം വരുന്ന സ്കൂളുകളിലൊന്നും ഞങ്ങൾ ആക്കിയിട്ടില്ല. കാരണം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള സ്കൂളുകളിലാണ് മക്കളെ വിട്ടിരിക്കുന്നത്. പിന്നെ കാറ്റീസം അതെല്ലാം നല്ല രീതിയിൽ അവർ പഠിക്കുന്നുണ്ട്. അതിനും പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കുണ്ട്. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും പടം വരയ്ക്കാനുള്ള കഴിവുകളുണ്ട്. പിന്നെ കീബോർഡ് വായിക്കും. പിന്നെ സ്പോർട്സിലുമൊക്കെ അവർ സാമാന്യം മെച്ചമില്ലാതെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് നമ്മുടെ തില്ലേരി പള്ളിയിൽ നിന്നും സെമിനാരി ബ്രദേഴ്സിൻ്റെയൊക്കെ നല്ല പ്രോത്സാഹനങ്ങളുണ്ട്. അവർ ഓരോ പ്രവർത്തനങ്ങളിലൊക്കെ ഇവരെ ഏർപ്പെടുത്തിയിട്ട് അവർക്ക് കൂടുതൽ താല്പര്യം വർദ്ധിക്കാനുള്ള വഴികളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛന്മാരുടെയൊക്കെ നല്ല സംരക്ഷണമുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടവക തോപ്പ് ഇടവകയാണ്. ഇടവകയിൽ അച്ഛൻ്റെയൊക്കെ നല്ല ഹെൽപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു മുൻഗണന തന്ന് അച്ഛൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് മക്കൾ 10ാം ക്ലാസ് വരെ വീട്ടിലിരുന്നാണ് പഠിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്താ കാരണം? മൂത്ത മകന് 2.5 വയസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. ബിസിനസ് എല്ലാം തകർന്ന്. പിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷെ വരാൻ പറ്റാത്ത തടസ്സങ്ങളുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് മക്കളെ അവിടെ ഗൾഫിൽ തന്നെ ഇരുത്തിയിട്ട് എല്ലാ വർഷവും ഇവിടെ നിന്ന് കോൺവെൻറ്റിൽ നിന്നൊക്കെ ബുക്കുകൾ, അതാത് ക്ലാസ്സുകൾക്കുള്ള ബുക്കുകൾ ഇവിടെ നിന്ന് സിസ്റ്റേഴ്സ് കൊടുത്തു വിടും. എന്നിട്ട് വീട്ടിലിരുത്തി ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അവിടെ ട്യൂഷനൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ മലയാളികളൊന്നും അടുത്ത് താമസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ട്യൂഷനൊന്നും കൊടുത്തിട്ടില്ല. വീട്ടിലിരുത്തി ഞാൻ 10ാം ക്ലാസ് വരെ അവരുടെ എല്ലാ മക്കളെയും അതുപോലെ തന്നെ പഠിപ്പിച്ചെടുത്ത്, അതിനുശേഷം മൂത്ത മകനെയും രണ്ടാമത്തെ മകളെയും 2010 ഞങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിച്ച്. പിന്നെ അതിനുശേഷം അവർ +1 +2 കഴിഞ്ഞ് ബാക്കി മക്കളെയും വയസ്സനുസരിച്ച് അതാത് ക്ലാസ്സുകളിലാക്കി. അപ്പോൾ അവരും അതിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയ ദമ്പതികളാണല്ലോ നിങ്ങൾ. അതിനെയൊക്കെ ദൈവകൃപയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് ആ ഒരു സാഹചര്യം? സഹനം ഞങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലായത്, ഞങ്ങൾക്ക് സഹനങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും എല്ലാവരും ഞങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴത്തേക്ക് അന്ന് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ദൈവത്തിനെ ആശ്രയിക്കാൻ തുടങ്ങിയ ആ ദിവസം മുതൽ തന്നെ അതാത് ദിവസങ്ങളിൽ ഒരത്ഭുതമെങ്കിലും ചെറുതായിട്ട് ഞങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ഞങ്ങൾ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 ദിവസം വരെ അരിയാഹാരം എന്നുള്ള ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായ സമയത്തും ഞങ്ങൾക്ക് ആ അരിയാഹാരം 4 ദിവസം തരാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് വിശപ്പുണ്ട്. പക്ഷെ അതിനനുസരിച്ച് മറ്റാഹാരം കിട്ടി. ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. 4 ദിവസം ആയിപ്പം അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ് ഉണ്ടായത്. ദൈവം നിയോഗിക്കപ്പെട്ട സുഹൃത്തുക്കൾ വഴി ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളെല്ലാം മക്കൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ച്. പിന്നെ ഭർത്താവ് 2 തവണയായിട്ട് ഒരു പ്രാവശ്യം 14 ദിവസം, ഒരു പ്രാവശ്യം വീണ്ടും 14 ദിവസം, അങ്ങനെ 28 ദിവസം വരെ ജയിൽവാസം അനുഭവിച്ചു. അന്ന് ഞാനും മക്കളും ഈ രാജ്യത്തിൽ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ആരുമില്ലായിരുന്നു.
അപ്പം അപ്പോഴൊക്കെ ഞങ്ങൾ കാസറ്റ് വഴി മാത്രമേ ഞങ്ങൾക്ക് കുർബാന കാണാൻ കഴിയുന്നുള്ളൂ. ആ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജയിലിൽ പോലും ജയിൽ സൂപ്രണ്ടിന് ഭയങ്കര ഒരു സിമ്പതിയായിരുന്നു ഭർത്താവിനോട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഫോൺ വിളിക്കും. അന്ന് ഞങ്ങൾക്ക് ഫോൺ പോലും ഇല്ല. അടുത്ത കടയിൽ വന്നിട്ടാണ് അവിടെ നിൽക്കും. അപ്പോൾ അയാൾ എല്ലാ ദിവസവും അയാളുടെ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷമാണ് ഫോൺ വിളിപ്പിക്കുന്നത്. ഒരു കയ്യിൽ വിലങ്ങ് പോലും ഇടാതെയാണ് വെളിയിൽ കൊണ്ടുവരുന്നത്. അത്ര ഞങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നലില്ല. എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ജയിലിലാണെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊരു ദുഃഖവുമില്ല. സഹനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം നിങ്ങൾ നേരിടേണ്ടി വന്ന ആ സഹനങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാമോ? സൗദിയിൽ ഒരു തുണിക്കട നടത്തിയിരുന്നു. അപ്പോൾ ആ തുണിക്കട ആദ്യമൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. അവസാനം അത് ഓരോരുത്തരും കടമെല്ലാം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ പൈസ തരാതായപ്പോൾ ഞങ്ങൾ കടത്തിലകപ്പെട്ട് ഞങ്ങൾക്ക് തിരിച്ചടച്ച് സാധനം വെക്കാനൊന്നും പൈസ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ എല്ലാം നശിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ദാരിദ്ര്യത്തിന് ഭയങ്കര ശക്തമായൊരവസ്ഥയായിരുന്നു. ഈ ദാരിദ്ര്യ സമയത്തും ഞങ്ങൾ മക്കളെയും ഞങ്ങളും എല്ലാം അത്രമാത്രം ബുദ്ധിമുട്ടി. എന്തു ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. അന്നും ആ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനം ഓരോ വഴി കൂടെ തന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കുറേ നാൾ വരെ ഞങ്ങൾക്ക് ആഹാരമൊന്നും ഇല്ലാത്ത അവസ്ഥയും പല രീതിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വഴി ഒരു ചെറിയ സഹായം എല്ലാം കിട്ടി. വീണ്ടും ഞങ്ങളുടെ ഈ കച്ചവടം ഒന്നും കൂടെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം ദൈവം തന്നു. അതിൽ വളർത്തി ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്നും കുറച്ചുകൂടെ കരകയറ്റാൻ ഒരവസ്ഥ തന്നു ദൈവം. ചേട്ടൻ ജയിലിൽ പോയി എന്ന് പറഞ്ഞു, അതിൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു? ജയിലിൽ പോകാനുള്ള സാഹചര്യം, ഒരു സൗദിക്ക് കടം വാങ്ങിച്ച പൈസ ഞങ്ങൾ തിരിച്ചു കൊടുത്തില്ല. ജോലിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് ഞങ്ങളോട് പലതവണ ചോദിച്ചപ്പം കിട്ടാതായപ്പോൾ അയാൾ ഞങ്ങളെ ഭർത്താവിനെ ജയിലിലടച്ച്. അങ്ങനെ 14 ദിവസം ജയിലിൽ കിടന്ന്. അപ്പോൾ അതുവഴി 14 ദിവസം കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ പൈസ കൊണ്ട് ഇതിനു വേണ്ടി അടച്ചു കൊടുത്തിട്ട് ജയിലിൽ നിന്നും പുറത്തിറക്കി. വീണ്ടും അതേപോലെ വീണ്ടും 14 ദിവസം കിടന്ന് ഇതേ ഒരു ആളിന് പൈസ കൊടുക്കാത്തതിന് വീണ്ടും ഇതേപോലെ പൈസ അടച്ച് ജാമ്യമൊക്കെ നിന്ന് വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒരു കച്ചവടത്തിനുള്ള സാഹചര്യം എല്ലാം കിട്ടിയപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു തുടങ്ങി. ഈ സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയാൻ നിങ്ങൾക്ക് ലഭിച്ചൊരു പ്രചോദനം എന്തായിരുന്നു? ദൈവത്തിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ച സമയത്തും ഞങ്ങളിൽ രക്ഷകരായിട്ട് ദൈവം ഓരോ വ്യക്തികളെ നിയോഗിച്ചപ്പം അവർ വഴി രക്ഷ തന്നപ്പം ഞങ്ങൾ ആ സഹനത്തിൻ്റെ വക്കിൽ ദൈവം ഞങ്ങളെ പ്രവർത്തിച്ചെന്നുള്ള ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തിനോട് അടുപ്പാൻ വന്നു. ഈ സഹനത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇത്രയും മക്കളൊക്കെ ഒരു ഭാരമായിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, ഒരിക്കലും ഭാരമായിട്ട് തോന്നിയില്ല. മക്കൾ ഞങ്ങൾ എന്ത് കൊടുക്കുന്നു, ഞങ്ങൾ എന്ത് പറയുന്നു, അത് മാത്രം അവർ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് അവർ ദൈവത്തിൻ്റെ പാതയിൽ വളർന്നു വന്നു. ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകാതെ പഠിക്കുക എന്ന് പറയുമ്പം മക്കൾക്ക് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പരാതിയൊക്കെ പറയാറുണ്ടോ? ഇല്ല, പരാതിയായിട്ടൊന്നും പറഞ്ഞില്ല. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും ഞങ്ങൾക്ക് എല്ലാ കുട്ടികളെ പോലെ സ്കൂളിൽ പോകണമെന്നുള്ള. പക്ഷേ അത് പരാതിയൊന്നുമില്ല. അവർക്ക് വീട്ടിൽ വേണമെന്ന രീതിയിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പടം വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ കലകൾക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറവ് വന്നില്ല. അവരെല്ലാം അവരുടെ രീതിയിൽ ആസ്വദിച്ച് വളർന്നു. അവരുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടായിരുന്നോ? ഇല്ല, ഭാവിയെക്കുറിച്ച് ആദ്യം ആശങ്കകളുണ്ടായെങ്കിലും പിന്നീട് ഞങ്ങളത് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ആശങ്ക പൂർണ്ണമായിട്ട് ഞങ്ങളിൽ നിന്ന് മാറി. മക്കൾക്കും ഇല്ല. ചേച്ചി ഒത്തിരി സഹനങ്ങളിലൂടെ, രോഗപീഠകളിലൂടെ, പ്രത്യേകിച്ച് മരണം വരെ മുന്നിൽ കണ്ട ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ആ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? 2000 ഡിസംബർ 25 രാത്രിയിൽ 12 മണിയുടെ സമയമൊക്കെ ആയപ്പോഴേ ചെറിയ നെഞ്ചുവേദന പോലെ അനുഭവപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഒക്കെ ആയപ്പം വേദന കൂടി. പിന്നെ ഒരു 2.5 ദിവസം വരെ ഇതേ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോകാൻ ഞങ്ങൾക്ക് അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡില്ല. കാർഡില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ല.
അപ്പം മരുന്നൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു വാതിലുകളിൽ ചെന്ന് തട്ടാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും ഞങ്ങളെല്ലാവരും മക്കളും പപ്പയും ഞാനും എല്ലാം കിടപ്പിൽ കിടന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ ഒരു വലിയ വചനമാണ് തന്നത്. ഞാൻ തന്നെ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ഈ വചനത്തിൽ ഞങ്ങൾ കുടുംബം മൊത്തം ഉറച്ചങ്ങ് നിന്ന്. അപ്പം നമ്മുടെ വൈദ്യൻ ദൈവം തന്നെയാണെന്നുള്ളത് ഈ വിശ്വാസത്തിൽ ഇങ്ങനെ ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ച് ജപമാല പഠിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ 2.5 ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറി ആരോഗ്യവതിയായിട്ട് ഞാൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ദൈവം ഞങ്ങൾക്ക് കേരളത്തിലുള്ള ഒരു പ്രകൃതി ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന ഒരു രോഗിയുടെ പുസ്തകം കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകം പെട്ടെന്ന് ദൈവം ഓർമ്മിപ്പിച്ച് തന്നിട്ട് ആ പുസ്തകത്തിൽ വായിച്ച് അതിൽ കണ്ടുന്ന ഈ പ്രകൃതിയായിട്ടുള്ള ചികിത്സ എല്ലാം ചെയ്ത് 2.5 ദിവസത്തിനകത്ത് ഈ പ്രകൃതി ചികിത്സയും പിന്നെ സൂര്യപ്രകാശം ഇങ്ങനെയൊക്കെയുള്ള ആ മരുന്നുകളിൽ കൂടെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യവും തന്ന് ഞാൻ സൗഖ്യമായിട്ട് എണീറ്റ്. അപ്പോൾ ഈ അനുഭവം 4 പ്രാവശ്യം എനിക്ക് ഹൃദയാഘാതം ഉണ്ടായി. 4ാമത്തെ പ്രാവശ്യം വന്ന് കൈക്കും കാലിനുമൊക്കെ തളർച്ചയായി, ബലം കുറഞ്ഞ് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഒരാൾ സഹായത്തോടെയൊക്കെ വരേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ആ സമയത്തും പ്രത്യാശ നഷ്ടപ്പെട്ടതൊന്നുമില്ല, ദൈവം തന്നെ രക്ഷിക്കും. ഈ സമയം നൈറ്റ് വിജിൽ പ്രോഗ്രാം ഒരു നൈറ്റ് വിജിൽ പ്രോഗ്രാം ഞങ്ങൾ നഷ്ടപ്പെടുത്താതെ കാണുന്നവരാണ്. ഞാൻ തന്നെ പറഞ്ഞു, ഈ നൈറ്റ് വിജിലിൻ്റെ ഈ ദിവസം 4ാം ദിവസമായിരുന്നു അസുഖം വന്നിട്ട്. അപ്പോൾ ഈ 4ാം ദിവസം നൈറ്റ് വിജിലിൻ്റെ സമയത്ത് തന്നെ ഞാൻ എണീറ്റ് നടക്കുക, എനിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല, വിശ്വാസത്തോടെ ഉറച്ചിരുന്നു. അപ്പോൾ നൈറ്റ് വിജിലിൻ്റെ പകുതി സമയം ആയപ്പോൾ തന്നെ ഞാൻ തനി എണീറ്റിരുന്ന് പതുക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ വെളിയിലോട്ട് പിടിച്ച് എണീറ്റ് നടന്നു പോയി. അപ്പോഴും തന്നെ മക്കൾക്കെല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി, മാതാവ് എത്ര ശക്തമായിട്ടാണ് ഈ സൗഖ്യം തന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പം ഇതുപോലെ തന്നെ വേറൊരു ഘട്ടത്തിൽ എനിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പം ഈ കാഴ്ച നഷ്ടപ്പെട്ട ഈ അവസ്ഥയിലായിരുന്നു ഞാൻ. ഒന്നും വായിക്കാൻ വയ്യ, കണ്ണാടി വെച്ചാൽ കാണുന്നില്ല. പിന്നെ ആകെ മനസ്സിനൊരു പെട്ടെന്നൊരു തളർച്ച വന്നു, അന്ധത നമ്മളെ വല്ലാത്ത പിടികൂടി. അപ്പം ഡോക്ടറെ കാണിക്കുമ്പോഴും ഭയങ്കരമായ കാഴ്ച കുറവാണ് കാണുന്നത്. വീണ്ടും തലവേദന, അസഹനീയമായ തലവേദന, ഈ തലയൊക്കെ അങ്ങ് തറയിലും മതിലിലൊക്കെ ഇട്ട് ഇടിക്കുന്ന ഒരവസ്ഥയായി. ഈ സമയം ഭർത്താവ് ഇതുപോലെ തണുത്ത ഐസ് വെള്ളം തലയിലെടുത്ത് വയ്ക്കും, അതിൽ കുറവ് കണ്ടില്ലേ വീണ്ടും ചൂട് നനച്ചു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും കുറവൊന്നുമില്ല. അപ്പോഴും വിശ്വാസത്തോടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം. ഈ സമയം ഇതേപോലെ ഒരു പഞ്ചക്ഷതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റാണി സിസ്റ്ററിൻ്റെ കാസറ്റ് പഞ്ചക്ഷതം വന്ന് ആ കാസറ്റ് ഇതുപോലെ കണ്ട് കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് കഠിനമായ വേദനയിൽ നിന്നും ഒരു പകുതി കാണുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഉറക്കത്തിലേക്ക് മാറി. ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ അല്പം പോലും വേദനയില്ല. ഞാൻ 2-3 ദിവസം അനുഭവിച്ച വേദന പിന്നെ ഒരു തുള്ളി പോലും ഇല്ലായിരുന്നു. അതിന് ശേഷം ആ വേദന പിന്നെ വന്നിട്ടില്ല. അതോടെ മാതാവിൻ്റെ ഭയങ്കര ശക്തമായ ഒരു അത്ഭുതം എന്നെ സൗഖ്യപ്പെടുത്തി. ആ സാഹചര്യത്തിലൊക്കെ ശാലോം ടി വിയിലെ പ്രോഗ്രാം ഒരു അനുഗ്രഹമായല്ലേ? അനുഗ്രഹമായിട്ട് മാറി. ആ ശാലോം ടി വിയിൽ കൂടി തന്നെയാണ് ഞാൻ സൗഖ്യം പ്രാപിച്ചതും. അത് നേരിട്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന പ്രതീതിയിൽ അത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് പൂർണ്ണമായ സൗഖ്യം അതിൽ നിന്നും കിട്ടി. പിന്നീട് നാട്ടിലേക്ക് എത്തിയ സാഹചര്യം എങ്ങനെയായിരുന്നു? നാട്ടിൽ ഞങ്ങൾ ജോലിയൊക്കെ ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്നിട്ട് കാര്യമില്ല. അല്പം പൈസ ദൈവം തന്നപ്പോഴത്തേക്ക് ഇനി മക്കളുടെ ഭാവി അവരെ സ്കൂളിലാക്കുക, അവർക്കുള്ള കലകൾ വളർത്തുക. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചതുകൊണ്ട് അല്പം പൈസ ആയപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
ഇപ്പം ഞങ്ങൾക്ക് വന്ന സമയത്ത് കുറച്ച് ദിവസം ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ ഇല്ലാതിരുന്നതുകൊണ്ട് ജോലിക്കൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കുറച്ച് ദിവസം എടുത്ത് അതിനുശേഷം ഞങ്ങൾ ജോലിക്ക് ചെയ്യാൻ തുടങ്ങി. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ വെൽഡിങ്ങിൻ്റെ ഒരു പണിയായിരുന്നു ഭർത്താവിന് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ചിക്കൻ്റെ ഒരു കട ഞങ്ങൾ തുടങ്ങി. സാമാന്യം ചെറിയ രീതിയിലുള്ളൊരു കട. അപ്പോൾ ആ കടയിൽ കൂടി ഞങ്ങൾക്കിപ്പോൾ 1 വർഷമായി വരുമാനമുണ്ട്. 2010 ജനുവരി മാസത്തിലാണ് ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിൽ വന്നത്. ഇപ്പോൾ കട തുടങ്ങിയിട്ട് 1 വർഷമായി. അതിനുശേഷം ഞാനും ഇപ്പോൾ ഒരു LICയിലെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ചെറിയ രീതിയിൽ. ഈ കാലഘട്ടത്തിൽ 5 മക്കളുടെ മാതാപിതാക്കളാകാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടായി. ഇത്രയും സഹനങ്ങളുടെ ഇടയ്ക്ക് കൂടുതൽ മക്കളെ സ്വീകരിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താ? ദൈവം ഞങ്ങൾക്ക് മക്കളെ തന്ന നിമിഷങ്ങളിലെല്ലാം അത് സന്തോഷത്തോടെ സ്വീകരിച്ച് പിന്നെ അതേ ദൈവം പറയുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അവർ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഭാരമായിട്ട് തോന്നിയിട്ടില്ല. മക്കളുടെ ഓരോ കളികളും ചിരികളും അവരുടെ ഓരോ പ്രവർത്തികളും ഞങ്ങൾ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അത് കാണുമ്പോൾ ഞങ്ങളുടെ ദുഃഖങ്ങളും മറന്നു പോകുന്നു. മക്കൾ നമുക്കെപ്പോഴും ഒരു ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്, ഭാഗ്യവുമാണ്, സന്തോഷമാണ്. പിന്നെ ഇതുവരെ മക്കൾ ഇനി വേണ്ടാന്നും പറഞ്ഞ് പ്രസവം നിർത്തിയിട്ടുമില്ല, അങ്ങനെയുള്ള ചിന്തയുമില്ല. കൂടുതൽ മക്കളുള്ളത് കൊണ്ട് ഒരുപാട് ദൈവകൃപ ലഭിച്ചതായിട്ട് ഈ പ്രോഗ്രാമിൽ പലരും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് എല്ലാ സമയങ്ങളിലും ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവരുടെ പഠനങ്ങളായാലും അവരുടെ കലകളായാലും അവർ ഞങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹം, ഇതെല്ലാം ഞങ്ങൾ നോക്കുമ്പം ഈ മക്കൾ ഞങ്ങളോടുള്ളത് ഞങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടാത്തൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ദിവ്യബലിക്ക് പങ്കെടുക്കുന്നു. അപ്പം ഈ മക്കൾ ഞങ്ങളോടൊപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് വലിയൊരു സന്തോഷം നിറയുന്നു. ഓരോ ദിവസത്തിൻ്റെ സന്തോഷം മക്കൾ തന്നെയാണ്. അവരുടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ദുഃഖങ്ങൾ പോലും സന്തോഷമായി മാറുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്തായിരുന്നല്ലോ 4ാമത്തെ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായത്. ഏതൊരാൾക്കും ഒരുപാട് ആശങ്കയുണ്ടാകുന്ന സമയമായിരിക്കും അത്. എന്നിട്ടും ഇത്തരം ഒരു സാഹചര്യത്തിലും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകാൻ നിങ്ങൾക്കുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? 4ാമത്തെ കുട്ടി ജനിച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിൽ ഞാനിങ്ങനൊരു രോഗിയാണെന്നും ഈ രോഗം എനിക്ക് ഇത് അപകടം സംഭവിക്കുമെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല. ആ ചിന്തകളെ തോന്നിയിട്ട് പോലുമില്ല. രോഗം വന്നതായിട്ടും എനിക്ക് ചിന്തയില്ല. എല്ലാ ദിവസവും എന്നെയും കുഞ്ഞിനെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ആദ്യം മുതൽ പ്രസവത്തിൻ്റെ സമയം വരെ യാതൊരു പ്രശ്നങ്ങളുമില്ല. വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവസാനം പ്രസവ വേദന വന്ന പ്രസവത്തിൻ്റെ സമയം ആകുന്ന ആ നിമിഷത്തിലാണ് ആശുപത്രിയിലെത്തുന്നത്. അതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും ദിനചര്യയ്ക്ക് യാതൊരു കുറവുമില്ലാതെ ചെയ്തുകൊണ്ടിരുന്നു. ഭയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയാലും ഏതാനും 1-2 മണിക്കൂറിനകത്ത് പ്രസവം കഴിഞ്ഞ് ഒരു 8 മണിക്കൂറിനകത്ത് തിരിച്ച് വീട്ടിലും വരും. അത്ര ധൈര്യത്തോടു കൂടി ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് ശക്തി തന്നു. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടാതെയും ഇനി എന്തു വരുമെന്നുള്ള ചിന്തയൊന്നും മനസ്സിൽ കടത്തി വിടാതെയും എപ്പോഴും പ്രാർത്ഥനയും ജപമാലയും ബൈബിളും എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ട് യാതൊരു ചിന്തയും ഉണ്ടായിട്ടില്ല, യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പ്രസവ സമയത്തും പ്രസവത്തിന് ശേഷവും കുഞ്ഞുങ്ങളും എല്ലാം ആരോഗ്യമായിട്ട് തന്നെ ഇരുന്നു. 5ാമത്തെ കുഞ്ഞിന് പ്രസവ സമയത്ത് അല്പം പ്രശ്നം തോന്നിയെങ്കിലും ഏതാനും മണിക്കൂറുകളിനകത്ത് ആ പ്രശ്നമൊക്കെ മാറി കുഞ്ഞും അമ്മയും എല്ലാം പൂർണ്ണ ആരോഗ്യമായിട്ട് വന്ന് അന്ന് തന്നെ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ വേറെ പ്രശ്നമായിട്ടൊന്നും വന്നിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെയും മക്കളെല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുന്നു. അവരാരും മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല. അവർ പ്രകൃതി ചികിത്സയുടെ ജീവിതക്കാരാണ്.
നമ്മുടെ മരുന്നുകളൊന്നും അവർക്ക് പ്രയോഗിച്ചിട്ടില്ല. അവർ മരുന്നൊന്നും കഴിക്കാതെ ഇത്രയും മൂത്ത മകൻ 22.5 വയസ്സായെങ്കിൽ ഒരു മരുന്നും അവൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. അവനിപ്പോഴും ആരോഗ്യമായിട്ടിരിക്കുന്നു. ചെറിയ പനി, ഇതിൽ കൂടുതലൊന്നും അസുഖങ്ങളൊന്നും ഇതുവരെ മക്കൾക്ക് വന്നിട്ടില്ല. അവരെ ദൈവം തന്നെ ആരോഗ്യത്തോടെ സംരക്ഷിച്ചുകൊണ്ട് പോകണം. മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? മക്കളൊക്കെ 5 മക്കളുണ്ട്, പ്രത്യേകിച്ച് 3 പെൺകുട്ടികൾ, അവരുടെ ഭാവി, വിവാഹം, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആകുലതയുണ്ടോ? അതിനെക്കുറിച്ച് ആകുലതകളൊന്നുമില്ല. മക്കൾ അവരുടെ താല്പര്യം അനുസരിച്ചുള്ള പഠനം, താല്പര്യം അവരുടെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ ആ ജോലി, പിന്നെ വിവാഹമൊക്കെ ദൈവം അവരെക്കുറിച്ച് ഒരു ദൈവവിളിയുണ്ട് അവർക്ക്. ആ ദൈവവിളി അവരുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയാൻ കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആ ദൈവവിളി കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മക്കളോട് എല്ലാ ദിവസവും അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരെ ദൈവം യഥാസമയങ്ങളിൽ വഴി നടത്തിക്കോളും. അവരുടെ ദൈവവിളിക്കനുസരിച്ച് അവരെ കയറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് യാതൊരു ചിന്തയില്ല അവരെന്താകണമെന്നും അവരിന്നതാകണമെന്നും ഞങ്ങൾ അവരോട് പറയത്തുമില്ല. അവർക്ക് ദൈവം നിശ്ചയിച്ച ഒരു വിളിയുണ്ട്, അതനുസരിച്ച് അവർ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, അതാക്കി തരണമേ എന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞിട്ടാണോ ഇത്തരം സാഹചര്യങ്ങളിലും കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായത്? അതെ, മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ മക്കൾക്ക് ജന്മം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ മക്കളുടെ മൂല്യത്തെ മനസ്സിലാക്കി മറ്റ് പല ദമ്പതികൾക്ക് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി അവരിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ 8 വർഷങ്ങൾ മക്കളില്ലാഞ്ഞ ഒരു ദമ്പതികൾക്ക് ഞങ്ങൾ ഇതുപോലെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരും പ്രാർത്ഥനയിലേക്കായി കഴിഞ്ഞപ്പം 8 വർഷത്തിന് ശേഷം അവർക്ക് കുട്ടി ജനിച്ച് ഇപ്പോൾ അവർക്ക് 3 കുട്ടികളുണ്ട്. അവർ വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ഈ ഒരു സാക്ഷ്യം കേട്ട് അവരും അതിലേക്കായപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. ഇതുപോലെ മറ്റ് പല കുഞ്ഞുങ്ങളില്ലാത്തവർക്കെല്ലാം ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന വ്യക്തികളെല്ലാം ഞങ്ങൾ ഇതുപോലെ സാക്ഷ്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാം ഇന്ന് കുഞ്ഞുങ്ങളെ കണ്ട് അവരും സംതൃപ്തരായിരിക്കുന്നവരാണ്. കൂടുതൽ മക്കൾ ലഭിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹവും സ്നേഹവും ഒക്കെ നിങ്ങൾ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഞങ്ങൾക്ക് പറയാനുള്ളത്, മക്കൾ നമുക്ക് ദാനമാണ്. ആ മക്കളെ നമ്മൾ വളർത്തുവാൻ വേണ്ടി സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ള ആ മനോഭാവം നമ്മൾ മാറ്റണം. നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അതിനാവശ്യമുള്ള സമ്പത്ത് ദൈവം നമ്മൾക്ക് തരും. അതിന് ഒരിക്കലും ഒരു കുറവുണ്ടാകത്തില്ല. എല്ലാ നന്മയും നൽകുന്ന കർത്താവിന് അതും തരാൻ സാധിക്കും. എല്ലാ ദിവസവും നമ്മളെ സംരക്ഷിക്കുവാൻ ആ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ദൈവത്തിൻ്റെ ദാനമായി തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. സഹനങ്ങളെ ദൈവകൃപയായി കണ്ട് സമ്പത്തോ അടിസ്ഥാന സൗകര്യങ്ങളോ അല്ല മക്കളെ സ്വീകരിക്കാനുള്ള മാനദണ്ഡമെന്ന് വിശ്വസിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ കുടുംബം ഇന്നത്തെ കൃപയുടെ വഴികളിലൂടെ നമുക്ക് ലഭിച്ച സന്ദേശമാണ്. അടുത്ത ആഴ്ച ദൈവകൃപ ഒഴുകുന്ന മറ്റൊരു കുടുംബവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.